ദിലീപിനെ അറിയായിരുന്നു ഹനീഫ് ഖാൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലായിരുന്നു. ഹനീഫ് ഖാൻ്റെ ഇനോവ കാറ് എൻ്റെ സെറ്റുകളിൽ ഓടാൻ വേണ്ടി അനുവദിക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചതല്ല. കാരണം ഞാനൊരു 3-4 ദിവസം ഇടവിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ നമ്മുടെ കൊച്ചിൻ ഹനീഫിക്കയുടെ പുതിയ വീടിൻ്റെ ഒരു പാലുകാച്ച ചടങ്ങ് കണ്ടു. അപ്പം എന്തോ മനസ്സിലൊരു സന്തോഷം. കാരണം അദ്ദേഹത്തിൻ്റെ മരണശേഷം 16 വർഷങ്ങൾക്ക് ശേഷം അവർ കൊച്ചിയിലൊരു സ്വന്തമായിട്ട് വീട് ഉണ്ടാക്കി. ഇത്രയും നാളും അവർ വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞത്. കാരണം അവരുടെ ഇപ്പോൾ വൈഫിനെ അവരുടെ വീട്ടുകാരൊക്കെ അവരുടെ കുടുംബക്കാരൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും, മീൻസ് അങ്ങോട്ട് വിളിച്ചു അവിടെ താമസിക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ഒരു സ്ത്രീ ശരിക്കും പോയിട്ടില്ല. കാരണം നമ്മുടെ കൊച്ചിൻ ഹനീഫിക്കാൻ്റെ ഒരു ഡ്രീമായിരുന്നു സ്വന്തമായിട്ടൊരു വീടും, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയ്ക്ക് ഒരു വീടും കാര്യങ്ങളും ഒക്കെ വേണമെന്നുള്ളത്, പിന്നെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ. അതിനു വേണ്ടിയൊക്കെ അവർ ഈ ഒരു 16 വർഷം ശരിക്കും അവർ കഷ്ടപ്പെട്ടു. അങ്ങനെ അവർ സ്വന്തമായിട്ട് അവരുടെ പൈസയ്ക്ക്, മീൻസ് കൊച്ചിൻ ഹനീഫയുടെ സ്വന്തം പൈസയ്ക്ക് ഒരു വീട് വെച്ചേക്കുകയാണ്. കൊച്ചിൻ ഹനീഫ മരിക്കുന്നതിന് മുന്നേ ആളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ 2 മക്കളുടെയും പേരിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലീഗലി എന്തൊക്കെയോ ഒരു ഇഷ്യൂസ് കാരണം 18 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇത് അവർക്ക് റിലീസായി കിട്ടുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ദിലീപ് എന്ന് പറഞ്ഞൊരു വ്യക്തി. ദിലീപേട്ടൻ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപേട്ടനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു സാമ്പത്തിക സഹായമാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടം വിടാം. പക്ഷെ ദിലീപേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടൊപ്പം എല്ലാമായിരുന്നു. താങ്ങും തണലും കാവലും കരുതലുമായിരുന്നു. ഇവർ ഈ കുടുംബത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു. അത്രമേൽ അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായ ഒരു മനുഷ്യനാണത്. ഈ ഒരു 16 വർഷം ഇവരെ ഒരു ഫാമിലി, സ്വന്തം ചേട്ടൻ്റെ വൈഫിനും കുഞ്ഞും പോലെ ദിലീപ് ഇവരെ നോക്കി. കാരണം കൊച്ചിൻ ഹനീഫയുടെ സ്വഭാവം ദിലീപിനെ നല്ലപോലെ അറിയാം. 1 രൂപ പോലും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ വാങ്ങണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈസയ്ക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹം ഇല്ലാത്ത ഒരാളാണ് കൊച്ചിൻ ഹനീഫ. അപ്പോൾ ദിലീപിന് അത് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടായിരിക്കാം ദിലീപ് ഇവരെ സഹായിക്കുന്നതിൽ ആ വീട്ടുകാരോട് അപ്രോച്ച് ചെയ്തത്. കൊച്ചിൻ ഹനീഫയുടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഇന്നോവ. അത് പുള്ളിയുടെ സൈറ്റിൽ ഈ മറ്റേ നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ ഓടി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാസം ഈ വീട്ടിൽ ദിലീപ് ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ദിലീപിനെ പറ്റി പറയുമ്പോഴോ അല്ലെ ദിലീപിനെ കാണുമ്പം സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം ഒരുപാട് കമൻറ്റുകൾ വരും. അത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ദിലീപിൻ്റെ ഇപ്പോഴത്തെ കേസും ദിലീപിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഏകദേശം അറിയാവുന്ന, കുറച്ച് നാൾ 2017 ശേഷം എങ്ങനെയായിരുന്നു ദിലീപെന്നും എല്ലാം നമുക്കറിയാവുന്ന കേസാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികൾ നമുക്കത് പുറത്ത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയും കയ്യടിയും അർഹതയും കിട്ടുന്ന കാര്യങ്ങളാണ് ദിലീപ് ചെയ്തേക്കുന്നത്. അത് ദിലീപ് അങ്ങനെ പുറത്ത് പറഞ്ഞ് നടക്കാറൊന്നുമില്ല. അങ്ങനെ ഈ ഇന്നോവയുടെ ഒരു വരുമാനം ഈ വീട്ടിൽ ദിലീപ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഇപ്പം തന്നെ ഏതാണ്ട് നമ്മുടെ അവരുടെ വീട്ടിൻ്റെ ഇന്നത്തെ പാലുകാച്ചിൻ്റെ ഇടയിൽ നടന്ന ഒരു സംസാരം മീഡിയക്കാർ ചോദിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അളിയനാന്ന് തോന്നുന്നു സംസാരിച്ചൊരു ബൈറ്റ് ഞാൻ ഇപ്പോൾ ഇവിടെ വെക്കാം. ഹനീഫ് ഖാനെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടൻ ഈ കുടുംബത്തെ സമീപിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹനീഫ് ഖാന്റെ ഒരു കാറ് ഉണ്ടല്ലോ, ഇനോവ കാർ, അത് എൻ്റെ സെറ്റിൽ ഞാൻ ഉപയോഗിക്കാം. അതിലൂടെ ദിലീപേട്ടൻ മനസ്സിലാക്കുന്നത് അതായത് ഈ ഒരു കുടുംബത്തിന് പ്രതിമാസം ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ ആ ഒരു ഹനീഫ് ഖാന്റെ സമീപനം ആ ഒരു സെറ്റിൽ കാണുന്നത് ഇത് 1-2 മാസമല്ല, എല്ലാവരും വരും ചെയ്യും 1-2 മാസം, 16 വർഷം 1 മാസം പോലും തെറ്റാതെ ദിലീപേട്ടനെ കുറിച്ച് വിഷമമായിട്ട് നിങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ്. ആ സമയത്ത് പോലും ഈ കുടുംബത്തെ നോക്കിക്കൊള്ളണമെന്ന് അപ്പുണ്ണി മാനേജറോട് പറഞ്ഞിട്ട് ആ 3 മാസം പോലും ഇവരെ വണ്ടി ഓടിയാണ്. കാരണം താങ്ങും തണലുമാണ്. എന്ത് സന്തോഷത്തിനും ഇവരെ എന്ത് സങ്കടങ്ങൾക്കും നിറസാന്നിധ്യം അവിടെയാണ്. കണ്ടില്ലേ? അപ്പം അവരുടെ വീട്ടുകാർ തന്നെ എടുത്തു പറയുന്നൊരു പേരാണ് ദിലീപിന്റെ പേര്. നമുക്കത് ഇപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ദിലീപിനെ പറ്റിയൊക്കെ സംസാരം ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതൊക്കെ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം കൊച്ചിൻ ഹനീഫയെ പോലെ ഒരു മനുഷ്യൻ, അദ്ദേഹം ജീവിതത്തിൽ ചെയ്തു വെച്ച ഏറ്റവും നല്ല കാര്യങ്ങൾ കർമ്മയായിട്ട് തിരിച്ച് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഒരുപാട്, ഈ ദിലീപ് മാത്രമൊന്നുമല്ലായിരിക്കും ചിലപ്പോൾ സഹായിച്ചേക്കുന്നത്. ഒരുപാട് ആൾക്കാർ അമ്മയിൽ നിന്നൊക്കെ എല്ലാവരും സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഒരു വീഡിയോയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്. അമ്മയിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നുണ്ടെന്നും പിന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ ഉള്ള ഒരു ആളാണ് മമ്മൂട്ടി.
മമ്മൂട്ടിയും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധവും ശരിക്കും ഇങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, പഴയ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മമ്മൂട്ടി പൊട്ടിക്കരയുന്നൊരു വീഡിയോ, ജസ്റ്റ് പൊട്ടിക്കരയുന്നൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടക്ക സമയത്തൊക്കെ, മരിച്ച സമയത്ത് അടക്ക സമയത്തൊക്കെ മമ്മൂട്ടി പൊട്ടിക്കരയുന്നത്. ശരിക്കും അവർ തമ്മിലുള്ളൊരു ആത്മബന്ധം അങ്ങനെ ആയിരുന്നു. സ്വന്തം ചേട്ടനെ പോലെ ഒക്കെയാണ് നമ്മുടെ മമ്മൂട്ടി കൊച്ചിൻ ഹനീഫയെ കണ്ടിരുന്നത്. അത് കൊച്ചിൻ ഹനീഫ എനിക്ക് തോന്നുന്നു ആരുമായിട്ടും അങ്ങനെ പേഴ്സണലി വ്യക്തിപരമായ ഒരു വൈരാഗ്യമോ വഴക്കോ കൊണ്ട് നടക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹം ചെയ്ത നല്ല പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവങ്ങളും സംസാരങ്ങളും അല്ലെ അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളും എല്ലാം അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കർമ്മയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാവരും അതുപോലാണ് അദ്ദേഹത്തെ നോക്കുന്നത്. ഇത്രയൊന്ന് പറയണമെന്ന് തോന്നി, കാരണം ആ ഒരു വീടിൻ്റെ പാലുകാച്ച് കണ്ട സമയത്ത് ദിലീപ് നടത്തിയ കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.